തറവാടിന് മുന്നിൽ ഫ്ലെക്സ് കൊണ്ടുവച്ച് താങ്കളുടെ അമ്മയെ കൊല്ലാൻ പോകുന്നു, മുൻ ഭാര്യയെ കൊല്ലാൻ പോകുന്നു. താങ്കൾക്ക് എന്താ പ്രശ്നം? Who all are coming to Palakkad 20th January put cowdung on Honey Rose if not well dressed? ഇതൊക്കെ നിങ്ങൾ ആരാണ് മാർക്ക് കൊണ്ട് ചെയ്ത ഒരു 10 കാര്യങ്ങൾ ഓർത്തുക. നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആളൂരാണ്. അദ്ദേഹം നല്ലൊരു അഭിഭാഷകനല്ലേ? എനിക്കറിയില്ല. നിങ്ങൾ ഈ കോമാളിത്തരം കാണിക്കുന്നത് നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പേര് വിലാസം ഉണ്ടാവാനാണ്. ഞങ്ങളൊരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആവശ്യം വന്നാൽ സഹകരിക്കും. താങ്കളുടെ മുൻ ഭാര്യ അമ്മയെ കൊല്ലാനുള്ള പണം ഇട്ടുതരുവാല്ലോ അതിനകത്ത്. അത് ചിലപ്പോൾ തന്നിട്ട് വിട്ടുപോയ ആൾക്കാരെ തീർത്ത് കളയാൻ ഇതുപോലെ കൊട്ടേഷൻ രീതിയിൽ ലൊക്കേഷൻ ഇട്ട് ബാക്കി നമുക്ക് നോക്കിക്കോളാം എന്ന് വിരട്ടുകയും ചെയ്യുന്നത് താങ്കൾ ക്രിമിനൽ ആണോ? കൊല്ലും, പിന്നെ ജീവിക്കണ്ടേ? വട്ടിയൂർക്കാവ് അജിത് കുമാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെൻസ് അസോസിയേഷൻ ഹെഡ്, പുരുഷന്മാരുടെ ശക്തി. അദ്ദേഹത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ന്യൂസ് മുഖ്യധാരാ മാധ്യമങ്ങളിലും മറുനാടിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. കുറച്ച് ദിവസമായി ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഞാൻ പണ്ടും പറയുമായിരുന്നു, ഈ മെൻസ് അസോസിയേഷൻ പ്രസ്ഥാനം നമുക്ക് വേണം, പക്ഷേ ഇതിന് തലപ്പത്തിരിക്കേണ്ടവർ ഇവരല്ല. ഈ 3 ഇഡിയറ്റ്സ് അല്ല. ഒന്ന് രാഹുൽ ഈശ്വർ, ഒന്ന് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കാൻ നടക്കുന്ന അണ്ണൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ. ഞാൻ പറയുന്നത് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ, OBC കമ്മീഷൻ, അല്ലെങ്കിൽ ഭിന്നശേഷി കമ്മീഷൻ, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ പോലുള്ള കമ്മീഷൻ ഉണ്ടാവുന്നത് ഇവർ സമൂഹത്തിലെ വീക്കർ സെക്ഷൻ ആണ് എന്ന ബോധ്യത്തിലാണ്. അതിന് ഭരണഘടനാപരമായ പിന്തുണയുണ്ട്. പുരുഷന്മാർ ഈ പറയുന്നതിനപ്പുറം ഒരു വീക്കർ ഗ്രൂപ്പ്, ക്ലാസ് വീക്കർ സെക്ഷൻ ആണ് എന്ന് നിങ്ങൾ പറയുന്നത് കണക്കെന്താണ്? പുരുഷന്മാരുടെ പീഡനങ്ങൾ എന്തുകൊണ്ട് അത് സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നോക്കം നിൽക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് എവിടെയാണ് മുന്നിൽ? ഏതൊരു താങ്കളെ പറഞ്ഞ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളിപ്പോ സർക്കാർ ഒരു ഓഫീസിൽ കയറി പോവുക, അല്ലെങ്കിൽ ഏതൊരു ബാങ്കിൽ കയറി പോവുക, ഏറ്റവും കൂടുതൽ അവിടെ ജോലി ചെയ്യുന്ന ആരാണ്? ഇപ്പോൾ മുൻകാലങ്ങളിൽ പുരുഷന്മാരായിരുന്നെങ്കിൽ ഇന്ന് നേരെ അത് മാറിയിട്ടുണ്ട്. PSC വഴി ജോലി കയറുന്ന എത്ര പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണോ എന്ന് കണക്കുണ്ടോ? എടുത്തിട്ടില്ല. പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ നോക്കിയാൽ മതിയല്ലോ, കൺമുൻപിൽ കാണുകയല്ല. അല്ല, അങ്ങനെ നോക്കി ഓടക്കണക്കെടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത്തരത്തിൽ ഗൗരവമായ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അത് എടുത്തിട്ടുണ്ട്. കണക്കെടുക്കാൻ ഞങ്ങൾ കണക്കെടുത്തിട്ടില്ല. എടുക്കേണ്ട സർക്കാരല്ലേ? സർക്കാരും അവന്റെ സംവിധാനങ്ങളും അല്ലേ ചെയ്യേണ്ടത്? അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഈ ഇടയ്ക്ക് പോക്സോ കേസ് ഉണ്ടായല്ലോ. അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ വ്യാജ പോക്സോ കേസുകൾ ഒരുപാട് ഇവിടെ വരികയാണ്. ഇവിടുത്തെ സ്ത്രീ നിയമങ്ങൾ, ഇന്ത്യയിൽ നമ്മുടെ അമ്മമാർ മുൻകാലങ്ങളിൽ അനുഭവിച്ച പീഡനങ്ങൾക്ക് അതിനനുസൃതമായിട്ട് അവർക്കൊരു പരിചയമായിട്ട് കൊടുത്ത ഒരു വാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെ മലയാളി പെൺകുട്ടികളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ വരുന്ന കേരളത്തിലല്ലേ? ഏറ്റവും കൂടുതൽ വ്യാജ പീഡന പരാതികൾ വരുന്നത് ഇവിടെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോടതികളിൽ എന്തുകൊണ്ട് കേസ് നിലനിൽക്കുന്നില്ല? ഈ സ്ത്രീകൾ കൊടുക്കുന്ന പല പരാതികളിലും എന്തുകൊണ്ട് അവസാനമായി തള്ളിപ്പോകുന്നു? എത്ര പരാതികളെ തള്ളിപ്പോകുന്നു? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന 160 ദിവസം പോക്സോ കേസിൽ ജയിലിൽ കിടന്നു. നിവിൻ പോളി ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ സ്ത്രീകൾ കൊടുക്കുന്ന ഗാർഹിക പീഡന പരാതികളിൽ, സ്ത്രീ പീഡന പരാതികളിൽ എത്ര ചെറിയ ശതമാനമാണ് ഇത്തരത്തിൽ അത് വ്യാജ പരാതിയാണ്? ഞാൻ പറയുന്നത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. താങ്കൾ പറഞ്ഞത് കണക്കില്ലാതാണ് പറയുന്നത്. അതിന്റെ ഒരു ഡാറ്റ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്, ഇപ്പൊ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 49. താങ്കൾ 49, അല്ലെങ്കിൽ താങ്കൾക്ക് അറിവ് വെച്ച മുതലുള്ള വർഷങ്ങൾ താങ്കൾക്ക് അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയുണ്ട്? ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു വനിതാ അധ്യക്ഷ കാണിച്ചു തരാൻ പറ്റുമോ? കേരളത്തിൽ എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ട്? മന്ത്രിസഭയിൽ എത്ര വനിതാ മന്ത്രിമാരുണ്ട്? പോട്ടെ, ഏതെങ്കിലും മതത്തിന്റെ സാമുദായ സംഘടന തലപ്പത്ത് ഒരു വനിതയെ താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒറ്റ സംഘടനയുടെ മാതാപ്രധാനമായി ഉണ്ട്? ഇല്ല, അത് സമുദായ സംഘടന, അത് വേറെ സംഭവം. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം, പ്രധാനമന്ത്രിയായിരുന്നില്ലേ? പ്രധാനമന്ത്രിയായിരുന്നില്ലേ? കേരളത്തിലെ കഥ ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണല്ലോ. ഓക്കെ, ഞാൻ താങ്കളുടെ വീഡിയോ ആണ്, ഒരുപാട് പഴയ വീഡിയോ ഒന്നും അല്ല. വലിയൊരു സപ്പോർട്ടുണ്ട്. എന്തിനായിരുന്നു സപ്പോർട്ടേഴ്സ് കുമാർ? ഓർത്ത് നോക്കൂ, ഇത് അധികമുള്ളതല്ല എന്ന് പറഞ്ഞാൽ, ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നഗ്നതാ പ്രദർശനം നടത്തി ആ പെൺകുട്ടി കണ്ടക്ടർ പിടിച്ചപ്പോഴേക്കും ബസ് തുറന്ന് ഉസൈൻ ബോൾട്ടിനേക്കാൾ വേഗത്തിൽ ഓടിച്ചിട്ട് പിടിച്ചെടുത്താണ്. അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴേക്കും പിന്തുണ കൊടുക്കുക. അദ്ദേഹം ഒരു പെൺകുട്ടി പ്രത്യക്ഷത്തിൽ വീഡിയോ സഹിതം ആണ് കോടതിയിൽ കൊടുത്തത്. എന്തുകൊണ്ട് 13ാമത്തെ ദിവസം ജാമ്യം കിട്ടി? എല്ലാ കാലവും ജയിൽ കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയമപ്രമാണം. ഇയാൾ ഒരു കുറ്റാരോപിതനാണ്, ജയിൽ കിടന്ന ആളാണ്. ഉന്നയിക്കപ്പെടുന്ന ആരോപണം നഗ്ന പ്രദർശനമാണ്. ഇപ്പൊ ഞാൻ ജയിലിൽ കിടന്നു എന്ന് വെച്ചിട്ട് അയാൾ കുറ്റക്കാരനാണോ? ഞാൻ പറയട്ടെ കുമാർ, താങ്കളുടെ അറിവിൽ, അനുഭവത്തിൽ പരിചയമുള്ള ഏത് പെൺകുട്ടിയോടോ ഏത് സ്ത്രീയോട് ചോദിക്കൂ, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ മറ്റൊരിക്കൽ അവർക്ക് ഇത്തരത്തിലുള്ള ബസ്സിലോ അല്ലെങ്കിൽ പുറത്തോ ഇത്തരം എക്സിബിഷൻസ് എന്ന് പറയുന്ന വൈകൃതം നേരിടുന്നതാണ്. അത്തരം ഒരാളാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന പെൺകുട്ടി അവിടെ വീഡിയോ, ഇദ്ദേഹം വെറും 6 മിനിറ്റാണ് ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളത്. 3 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഉണ്ട്. എന്തുകൊണ്ട് ആ വീഡിയോയിൽ ഈ പറയുന്ന കാര്യങ്ങളില്ല? അദ്ദേഹം ഈ കേസിന്റെ എന്താ അവസ്ഥ അറിയോ? അറിയാം. ഈ കേസിൽ കുറ്റാരോപിതന് മാലയിട്ട് താങ്കൾ സമൂഹത്തിന് സന്ദേശം എന്താണ്? ഞാൻ കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു വ്യാജ പരാതി എന്നുള്ളത് എനിക്ക് ബോധ്യം വന്നു. കാര്യം അത് പറഞ്ഞോട്ടെ, 2 ദിവസം ഞാൻ ഈ പെൺകുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും. ആ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു യൂട്യൂബർ വീഡിയോ ചെയ്യും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അന്വേഷിക്കാതെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇയാൾ ഇട്ടിരുന്നതാണ് അടിവസ്ത്രം, ബർമുഡ, ടൈറ്റ് ജീൻസ്. അടിവസ്ത്രവും ബർമുഡയും പരിശോധിക്കേണ്ടത് പോലീസും നിയമ സംവിധാനമാണ്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു. വട്ടിയൂർക്കാവ് അജിത് കുമാറിന് സവാദിന് അടിവസ്ത്രമുണ്ടോ ബർമുഡയുണ്ടോ നോക്കേണ്ട കാര്യമില്ല.
കാര്യമില്ല. എന്താണ് ഇത് കേസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നോക്കേണ്ടത് ആരാണ്? പോലീസും കോടതിയുമാണ്. പോലീസ് നോക്കിയതാണ് എന്നോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൽ പോലീസ് ചുമ്മാ പോയി കേസെടുക്കില്ല. അല്ലല്ല, ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ കേസ് എടുത്തിരിക്കും. അതിന് സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ഞങ്ങൾക്ക് ആ ചെയറിൽ ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾ കേസ് എടുത്തില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പരാതി വ്യാജമാണെന്ന് കേസ് എടുത്ത് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ പേരെന്താ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്നോട് പറഞ്ഞ സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടും അദ്ദേഹം ഏതൊക്കെ വസ്ത്രം ധരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രണ്ട് പെൺകുട്ടികളുടെ ഇയാൾ കുറ്റമോചിതനായ ആളല്ല. ഇയാൾക്കെതിരെ സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച കേസാണ്. ഒന്നും കാണില്ല അതിനകത്ത്. ഒന്നും താങ്കൾ അസംഷൻ അല്ലേ? സുഖമായിട്ട് അദ്ദേഹം പുറത്തു പോവുകയും താങ്കൾ അസംഷൻ അല്ലേ? ഒന്നും കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 13ാമത്തെ ദിവസം അദ്ദേഹം ജാമ്യം കൊടുക്കില്ല. അദ്ദേഹം പോയിട്ട് മാലയിട്. താങ്കൾ കൊടുത്ത വേറൊരു സ്വീകരണം കാണാം. അതിൽ മാലയിട്ടോന്ന് അറിയില്ല. അവിടെ പുഷ്പവൃഷ്ടി നടത്തി. താങ്കൾ മാലയിട്ടാലും പുഷ്പവൃഷ്ടി നടത്തി. നോക്കൂ, രാജ്യത്തിൽ ആദ്യമായി റേപ്പ് കൊട്ടേഷൻ കേസിലെ പ്രതിയാണ്. ഒന്നാം പ്രതിയാണ് കേസിൽ. ആയിക്കോട്ടെ, കോടതി ഇതുവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അയാൾ ഒന്നാം പ്രതിയാണോ? ആയിക്കോട്ടെ, ഒന്നാം പ്രതിയായിട്ട് വെച്ചേക്കുന്നു. ശരിയാണ്, ഒന്നാം പ്രതിയാണ്. ഇയാൾ കോടതി ഇയാൾ കുറ്റമുക്തനാണെങ്കിൽ ഇയാൾ കോടതി പറയണം കുറ്റമുക്തമാണെന്ന് പറയണം. താങ്കൾ കണ്ടോ? പോലീസ് പറയുന്നതാണ്. പോലീസ് പറയുന്നതല്ലേ നമുക്ക് പറയാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ 7.5 വർഷം അത്ര ഗുരുതരമായ ഒരു കേസിലെ പ്രതി ജയിലിൽ ഇറങ്ങുമ്പോൾ താങ്കൾ പോവായിട്ട് ഗോവിന്ദചാമി ഇറങ്ങുമ്പോൾ താങ്കൾ പോയി മാലയിടുവോ? ഇല്ല, ഇടില്ല. അദ്ദേഹത്തെ ശിക്ഷിച്ചു കോടതി. തെറ്റുകാരനാണെന്ന് ശിക്ഷിച്ചു. മറ്റൊരു പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കോമാളിത്തരം കാണിക്കുന്നത് നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു എന്താണ് ഒരു പേര് വിലാസം ഉണ്ടാവാനാണോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. പൾസർ സുനിക്ക് അവിടെ പുഷ്പവൃഷ്ടി നടത്തിയതിന്റെ കാരണം 7.5 വർഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ അദ്ദേഹത്തിന് ജയിലിൽ അടച്ചിട്ടുള്ളത്. പറഞ്ഞോട്ടെ എന്തുകൊണ്ട് ഒരു പ്രണയം നടിച്ച് പ്രണയത്തിൽ വിഷം കലർത്തി കൊടുത്ത ഗ്രീഷ്മയ്ക്ക് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു? അതാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം. അത് കോടതിയുടെ വിവേചനാധികാരമല്ലേ? ഒരു പെണ്ണിനോടും ആണിനോടും വേർതിരിവ് എന്തിനാ? പുരുഷന്മാർ ജയിലപ്പെട്ട കേസിൽ ജാമ്യം ഇറങ്ങിയിട്ടില്ലേ? പുരുഷന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരള ചരിത്രത്തിൽ കേരളത്തിലെ ഓരോ വ്യക്തികളെയും മുൾമുനയിൽ നിർത്തിയതാണ് കൊല്ലത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ്. ആ കേസിൽ അമ്മയും മകളെയും ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല? ആ സമയത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? അയാളുടെ മാസ്റ്റർ പ്ലാൻ അവിടെ മകളുടെ തലയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അതുപോലെ ഗ്രീഷ്മയുടെ അമ്മ ഇതിനെല്ലാത്തിനും വളം വെച്ച് കൊടുത്ത ആ സ്ത്രീക്ക് കുറ്റമില്ല, അവളെ പുറത്തു വിട്ടു. തെളിവില്ല. എന്ത് തെളിവില്ല? സ്ത്രീകൾ പ്രതികളായിട്ടുള്ള കേസുകൾ കോടതി കേസ് നടക്കുമ്പോൾ കോടതി ജഡ്ജി ഒന്ന് വട്ടിയൂർക്കാവ് അനിൽകുമാർ നിങ്ങളുടെ സംഘടനയോട് ചോദിക്കണോ ഇയാൾ കുറ്റക്കാരനാണോ അല്ലേ? നിങ്ങൾ കേൾക്കണം. അങ്ങനല്ലോ, കോടതിക്ക് മുന്നിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി കൊടുത്തത്. അല്ല, നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല? ആ ജഡ്ജി അനുകൂലിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മൾ പാലഭിഷേകം നടത്താൻ പോയത് അതേ ജഡ്ജി അല്ലേ പുറത്തു വിട്ടത്? അതാണ് ഇരട്ടത്തപ്പ് പാടില്ല എന്ന് പറയണേ. നിങ്ങൾ അതങ്ങനെയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ജഡ്ജിക്ക് നിങ്ങൾ പാലഭിഷേകം നടത്തുകയും അതേ ജഡ്ജിയുടെ ഉത്തരവിൻ പ്രകാരമാണ് ഈ അമ്മ പുറത്തേക്ക് പോകുന്നത്. അതെ, എങ്ങനെ ശരിയാവുക? അത് ശരിയാകില്ല. വാർത്താ പ്രാധാന്യം കിട്ടുന്ന കേസുകളൊക്കെ വട്ടിയൂർക്കാവ് അജിത് കുമാർ പോയി ചാടുന്നത് ആ പബ്ലിസിറ്റിയുടെ സംഘടന വളരും എന്ന ആത്മാർത്ഥ ആഗ്രഹം. വാർത്താ പ്രാധാന്യം കിട്ടുന്നതിലാണെങ്കിൽ ഞങ്ങൾ വേറെയും പലതിനും ചെയ്യണം. ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതിപ്പോ ബോച്ചയുടെ കേസാണ്. ബോച്ചയ്ക്ക് ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആയുഷ്കാലം മുഴുവൻ ജയിലിടാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്ന കേസേ ഉള്ളൂ. ഞാൻ പറയുന്നു, അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയില്ലേ? അല്ലല്ല, അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയില്ല. ഇതുപോലുള്ള സമാന കേസുകളിൽ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടോ? എല്ലാ പോലീസുകാരും നല്ലവരല്ല. എല്ലാ കോടതികളും വിധിന്യായങ്ങൾ കറക്റ്റായിട്ടല്ല വരുന്നത്. സ്ത്രീക്കും പുരുഷനും വേർതിരിവ് വരുന്നുണ്ട്. അത് പാടില്ല. ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് അവിടെ തുല്യത തന്നെ നടപ്പിലാവാം. പിന്നെ ചോദിക്കുക, സ്ത്രീക്കും പുരുഷനും വേർതിരിവ് വരുന്നു എന്ന് പറയാൻ താങ്കൾ ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ അമ്മ ഗ്രീഷ്മ എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഈസി ആയിട്ട് നടത്താവുന്നല്ലേ? അത് നടത്തിയിട്ടുണ്ടോ? സർക്കാരിലെ നടത്തേണ്ടത്. അല്ല, നിങ്ങൾ കോടതി നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോപണമാണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന AKMA എന്ന സംഘടന എന്താണ്? എപ്പോഴാണ് അത്? 2017 അത് രൂപീകരിക്കപ്പെട്ടത്, രജിസ്റ്റർ ചെയ്തത്. 18 വർഷം കൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരുപാടത്ത് പല സമരങ്ങളും നിരാഹാര സമരങ്ങളും ഒത്തിരി നടത്തുന്നുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വാനുഭവത്തിൽ നിന്നുണ്ടായതാണ് തീർച്ചയായിട്ടും സ്വന്തം അനുഭവം. ഈ AKMA കഴിഞ്ഞ 18 വർഷമായി ഉണ്ട്. ഈ 18 വർഷക്കാലം നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ചെയ്ത ഒരു 10 കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? പുരുഷന്മാർക്ക് നിയമത്തിന്റെ അറിവില്ല. അത്യാവശ്യം ഇവർക്ക് നിയമമല്ല. നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആളൂരാണ്. അദ്ദേഹം നല്ലൊരു അഭിഭാഷകൻ അല്ലയോ? എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിയമോപദേശം കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. സഹായം എത്ര കേസുകളുണ്ട്? 10, 20 ഒന്നുമല്ല, 100 കണക്കിന് ഒരുപാട് കേസുണ്ട്. അപ്പൊ നമ്മുടെ ഓഫീസിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ അതിന്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇനി വക്കീല് ഏറ്റവും കൂടുതൽ കോടതിയിൽ പരാജയം വരുന്നത് അഭിഭാഷകന്മാർ ഇവരെ ചതിക്കുകയാണ്. അഡ്വക്കേറ്റ് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. അല്ലല്ല, എല്ലാ ആളൂരും എല്ലാം അങ്ങനെ താങ്ങണമെന്നില്ല. പല കേസിൽ 2-3 കേസുകൾ ചെയ്തിട്ടുണ്ട്. അത് സാമ്പത്തികം കുറച്ച് വലിയ പൈസ. വട്ടിയൂർക്കാവ് കുമാറിന്റെ കുടുംബ പ്രശ്നങ്ങളാണ് AKMA എന്ന് പറഞ്ഞ സംഘടന നയിച്ചത്. എന്താണ് പ്രശ്നം? മുൻ ഭാര്യയോട് ഇപ്പോഴും
ഒരു പക ഉള്ളിലുണ്ടോ, ദേഷ്യമുണ്ടോ? എനിക്കങ്ങനെ പകയൊന്നുമില്ല. കാര്യം അവൾക്കുമില്ല. കാര്യം അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൾ പിന്നീട് എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ പിന്നെ നമ്മൾ പകയ്ക്കേണ്ട കാര്യമില്ല. താങ്കളുടെ അമ്മയും ഈ പ്രശ്നം താങ്കളുടെ കൂടെ നിന്നില്ല? അമ്മയൊന്നുമില്ല, അച്ഛനൊന്നുമില്ല. അവരൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രശ്നം താങ്കളുടെ വീട്ടിൽ പോലും ബോധ്യപ്പെടുത്താൻ താങ്കൾ കഴിഞ്ഞില്ല? അച്ഛനെ കഴിഞ്ഞിട്ടില്ല. അമ്മയെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? ഇല്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടികൾ വനിതാ കമ്മീഷനിൽ വനിതാ സെല്ലിൽ നിന്ന് എന്റെ കൂടെ കുട്ടികൾ വരാൻ തയ്യാറാകും എന്റെ കൂടെ വരികയും ചെയ്തപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ കുട്ടികളൊന്ന് നോക്കാവോ, പിള്ളേരോട് പഠിച്ചോളാൻ കാര്യങ്ങൾ നോക്കിക്കോളും. കേട്ടില്ല. ഞാൻ അപ്പോ അമ്മ പറഞ്ഞ വാക്ക്, ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങൾക്ക് അതിന് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു സ്ത്രീ വിരോധത്തിന്റെ വിത്ത് ഉള്ളിൽ മുളയ്ക്കാനുള്ള കാരണം സ്വാനുഭവം തന്നെയാണോ? സ്വന്തം അനുഭവം, ഭാര്യ, അമ്മ. അപ്പൊ അത് നമുക്കൊരു അമ്മയോടും ഒരു വിഷമം തോന്നി. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഓടി കേൾപ്പിച്ചു. താങ്കളുടെ ഈ പറഞ്ഞ AKM എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഓടിയാ? എടുത്തു ചാടില്ല ഏട്ടാ, എടുത്തു ചാടില്ല. എന്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തെ, അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസം സമയം കൊടുക്കും. വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എന്റെ സ്ഥലമായ മൂന്നാമൂട് ജംഗ്ഷനിലും എന്റെ അമ്മയുടെ വീട്, എന്റെ ആ കുടുംബ വീടിന്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വച്ച് പറയും, ഇന്ന ആളിനെയും എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും, വധിച്ചിരിക്കുമെന്ന് ബോർഡ് വെച്ച്, ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ. ഞാൻ അത്ര മണ്ടൊന്നുമല്ല. ഞാൻ ചെയ്യേണ്ടല്ല, എല്ലാ പരിപാടികളും ചെയ്ത് മാത്രമേ ചെയ്യൂ. എന്റെ ഭാര്യ ഡിവോഴ്സായി, വേറൊരു കല്യാണം കഴിച്ചു, അത് ഡിവോഴ്സായി, അവർ തമ്മിൽ പിരിഞ്ഞു. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്, എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയും അപ്പനും താമസിച്ചിരുന്ന ആ വീട്ടിൽ വന്ന് താങ്കളുടെ ന്യായം എന്തോ? താങ്കൾ പറയുന്നത് താങ്കളുടെ മുൻ ഭാര്യയും അമ്മയും താങ്കൾ കൊല്ലും, ഫ്ലക്സ് വെച്ച് കൊല്ലും. അത് കുറ്റവാളിയുടെ അർത്ഥമാണല്ലേ? കുറ്റവാളി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പോകും. രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ. ഇവിടെ ഒരു കൊലപാതകം നടക്കുന്നു എങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ തിരക്കി നോക്കണം. ആരെങ്കിലും ഇല്ല, കാരണം തിരക്കാൻ പറ്റില്ലെന്നേ. തിരക്കണം. എന്ത് തിരക്കണം? ഒരു തിരക്കണമില്ല. ഒറ്റ ചോദിച്ചോട്ടെ, താങ്കൾ പറയുകയാണ് താങ്കളുടെ അമ്മയുടെ തറവാടിന് മുന്നിൽ ഫ്ലക്സ് കൊണ്ടുവച്ച് താങ്കളുടെ അമ്മയെ കൊല്ലാൻ പോകുന്നു, മുൻ ഭാര്യയെ കൊല്ലാൻ പോകുന്നു. താങ്കൾക്ക് എന്താ പ്രശ്നം കുമാർ? താങ്കൾ അറിയില്ലേ? എനിക്ക് അത്യാവശ്യം ചിന്തിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പറയുന്നത് ഞാൻ ചെയ്യാത്തത്. എന്റെ സ്ഥാനത്തിൽ വേറൊരാളായിരുന്നെങ്കിൽ കൃത്യമായിട്ടും ആ കൃത്യം ചെയ്തിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പൊതുഗ്രൂപ്പാണ്. പൊതുഗ്രൂപ്പിൽ കൊണ്ട് താങ്കളുടെ മുൻ ഭാര്യ എന്ത് ദേഷ്യമായി എന്തുമായിക്കോട്ടെ കൊല്ലും എന്ന് പറഞ്ഞ പരസ്യമായി ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ താങ്കളുടെ മനോഭാവം എന്താണ്? താങ്കളുടെ മനോഗതി എന്താണ്? അതൊരു ക്രിമിനൽ മാനസികാവസ്ഥയല്ലേ കുമാർ? എന്റെ ചോദ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ആരെങ്കിലും വെട്ടിയിട്ടുണ്ടോ, കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. താങ്കൾ ശബ്ദം കേൾപ്പിച്ചു. ആയിക്കോട്ടെ, വോയിസല്ലേ. കൊലപാതകളൊക്കെ നേരത്തെ കൊലക്കേസ് പ്രതികളാണോന്നില്ല. ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ എന്തുറപ്പിലാണ് താങ്കളുടെ മുൻ ഭാര്യയും താങ്കളുടെ അമ്മയും അവിടെ ജീവിക്കുക? താങ്കൾ ആക്രമിക്കുക എന്തുറപ്പാണുള്ളത്? ഭാര്യ അവിടെ ഇറങ്ങണമെന്നാ ഞാൻ പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലെ കൊല്ലും. ചിലപ്പോൾ ഏത് മാനസികാവസ്ഥയിലെന്ന് പറയാൻ പറ്റില്ല. താങ്കൾ കൊല്ലുന്ന പറയപ്പെടും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പൊ ഞാൻ കൊല്ലില്ല, കാരണം ഞാൻ ചിന്തിക്കുന്ന ആളാണ്. അല്ല, അതോ താങ്കൾ ഗ്രൂപ്പിൽ ഗുമിനോട്ടിട്ടാണോ? അത് അല്ലല്ല, മാനസികമായിട്ട് തകർന്നിട്ടാണ്. കേൾപ്പിക്കട്ടെ. പിന്നെ ഞാൻ വളരെ ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പില് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരോടാണ് എന്റെ അഭിപ്രായം, എന്റെ ആവശ്യം ഞാൻ ഉന്നയിക്കുന്നത്. ആവശ്യം ഉന്നയിക്കുക മാത്രമല്ല, നിങ്ങൾ അത്യാവശ്യം ചതിക്കാത്തവർ എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചതിക്കാനും പാടില്ല. എന്തെന്ന് വെച്ചാല്, എനിക്കിപ്പോ വിജയിക്കണമെങ്കിൽ ലേശം കാശിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ ഞാൻ കൊലപാതകം വരെ ചെയ്യാം. 2 പേരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് എന്റെ അമ്മ, ഒന്ന് എന്റെ മുൻ ഭാര്യ, മക്കളുടെ അമ്മ. 5 ലക്ഷം രൂപ വേണം, 20 ലക്ഷം രൂപ വരെ ആകാം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഒറ്റ മിനിറ്റ്. AKM എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആ ഗ്രൂപ്പിൽ ആളെ ചേർക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഭാര്യ അമ്മ കൊല്ലാനുള്ള പണം ഉണ്ടാക്കുക. അത് കൂടെ ഉദ്ദേശം. എന്റെ 50 ലക്ഷം രൂപയുടെ വസ്തു പതിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചതിക്കരുത്. ചതിക്കാത്തവർ ആയിക്കോട്ടെ, ഞാൻ പതിച്ചു കൊടുക്കുമെന്ന് പൈസ ഉണ്ടാകുന്ന തട്ടി പരിപാടിയില്ല സാർ. എന്റെ അക്കൗണ്ട് നോക്കിയാൽ മതി. എന്റെ ഫാമിലിയിൽ ഒരു വീടില്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. എല്ലാം ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ജോലിയില്ല. ബാങ്ക് ബാലൻസ് ആരും പറഞ്ഞ ജോലിയില്ല. ഞാൻ ഐബലിന്റെ ഐവർക്കാ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഫ്ലവേഴ്സ് കോട്ടയത്ത് ആദ്യമായിട്ട് എക്സിബിഷൻ ഇട്ടപ്പോ ഐബലിന്റെ പ്രോഡക്റ്റ് വെച്ചത് ഞാനാണ്. ആ സ്റ്റാളിന്റെ പൈസ കൊടുത്തു? താങ്കൾ കൊടുത്തു. കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ താങ്കൾ പറയുന്നത് താങ്കളുടെ അമ്മയും താങ്കളുടെ മുൻ ഭാര്യയും താങ്കൾ വധിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വധഭീഷണിയാണ്. അത് പുറത്തുപോയ കേസാവുന്ന കാര്യമാണ് അല്ലേ? അത് ബോധ്യമുണ്ടോ? കേസായാലും ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. കേസ് എടുത്തോട്ടെ.
അമ്മയും മുൻവരെ കൊല്ലും ആവശ്യം വന്നാ എന്റെ മാനസികാവസ്ഥ പ്രശ്നം താങ്കൾ കൊല്ലും. എന്തുകൊണ്ട് പുരുഷന്റെ മാനസികാവസ്ഥ പ്രശ്നം ഇല്ലാത്തത്? അല്ല, ഇത് പുരുഷ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറഞ്ഞ മറ്റൊരു താങ്കൾ അടിയന്തരമായ സൈക്കോളജി കാണണം. താങ്കൾ അടിയന്തരമായ എന്ന് പറഞ്ഞാൽ താങ്കൾ ഏതെങ്കിലും മാനസികാവസ്ഥയിൽ പോയി താങ്കളുടെ മുൻ ഭാര്യ അമ്മയും കൊന്നാൽ ഞാൻ കൂടി പ്രതിയാകും. കാരണം താങ്കൾ ഒരു മുൻകാരി എന്ന് ഞാൻ കാണിച്ച സാധനം. താങ്കളും താങ്കളുടെ ഭാര്യ എന്നുള്ള വർഷം എനിക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. അത് അമ്മയോട് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഉടനെ താങ്കൾ ഈ പറഞ്ഞ സംഘടനയുടെ ഗ്രൂപ്പിൽ അവരെ കൊന്നുകളഞ്ഞിട്ടാണോ? ഇത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഈ കൊലപാതകം നടക്കുന്നത് ആരും പ്ലാൻ ചെയ്തല്ല. പ്ലാൻ ചെയ്ത് നമ്മുടെ ഭീഷ്മയെ പോലുള്ളവരാണ്. അല്ലാത്തവര് എന്താണ് പുള്ളിക്കാരന്റെ മാനസികാവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് അദ്ദേഹത്തെ ഈ കൊല്ലാൻ കാരണം? ചെന്താമരയ്ക്ക് മാലയിടുവോ? ഇല്ലല്ലോ, ഒരിക്കലും. എന്തുകൊണ്ട് ഇല്ലാത്ത? അല്ലാത്ത അദ്ദേഹം നമുക്ക് താങ്കൾ യുക്തിപ്രകാരം മാലിടണമല്ലോ. കാര്യം അദ്ദേഹത്തെ കോടതി കുറ്റക്കാരൻ നടത്തിയിട്ടില്ല. ഇദ്ദേഹം കൊന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടില്ലോ അല്ല, കൊല്ലുന്ന കണ്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ മാലയിടേണ്ട ആവശ്യം എനിക്കില്ല. താങ്കളുടെ ഗ്രൂപ്പിൽ തന്നെ എക്സ്പെൻഡിച്ചർ ഫോർ ജഡ്ജ് ബഷീർ സാർ പാലഭിഷേകം ആൻഡ് സെലിബ്രേറ്റിംഗ് ഗ്രീഷ്മ വെർഡിക്റ്റ് 800 29 ഇപ്പോൾ 23,200, ക്രാക്കേഴ്സ് 250 രൂപ, കാർഡ്ബോർഡ് ഫോർ ബഷീർ സാർ കട്ടൗട്ട് 500 എന്ന് പറഞ്ഞ മൊത്തത്തിൽ 27,700 രൂപ ചെലവ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ പൈസ ഉണ്ടാക്കാനുള്ള വകുപ്പായ KMA ഗ്രൂപ്പ് അല്ലേ? പൈസ നമ്മൾ കറക്റ്റ് ആയിട്ട് കണക്കും കാണിക്കുന്നുണ്ട്, ചെയ്യുന്നു. ഈ 800 29 ഇപ്പോൾ എന്താണ് 23,200 രൂപ? അതോ പറയുന്നത് എന്തിനെന്താ? ഏതൊരു സമരത്തിനും നമുക്ക് സംഘടനയിൽ നാളെ കിട്ടാതെ വരുമ്പോ പുറത്തുനിന്ന് ആളെ എടുക്കും, അവർക്ക് പൈസ കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AKM എന്ന് പറയുന്ന സംഘടനയ്ക്ക് സമരം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് ആളെ എടുത്താണോ? അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ ചെയ്യാത്ത? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ ചെയ്യാത്തത്? എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ കണക്ക് എഴുതി വിടുവോ? ആരാ ചെയ്യാത്ത? ഇത് പുറത്തു വരില്ലേ? വന്നോട്ടെ, നമുക്കെന്താ ഇത് വരുന്നതിന് എനിക്കൊരു പ്രശ്നമില്ലാന്നേ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇത് അടിച്ചു മാറ്റി പോക്കറ്റ് ഇട്ടാലേ ഞാൻ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഞാനിത് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇത് 10-15 പേരാണ് ഞങ്ങളുടെ സംഘടനയിൽ പിരിവ് തരുന്നത്. അതിന്റെ വലിയൊരു ഭാഗം ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ അവര് പേടിക്കണേ, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു സാബു എന്നാണ് പേര്. ഒന്ന് പ്ലേ ആവും. ഈ കുഞ്ഞുങ്ങളെ കാണിക്കാന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു പൈസയൊന്നും വലിയ കാര്യമില്ലല്ലോ. നമ്മൾ മരണപ്പെട്ട ഭാര്യ പൈസയൊന്നും ഉപകരിക്കത്തില്ല. എന്റെ വാക്കിനകത്ത് ഞാൻ വീണുപോയി. കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് സംസാരത്തിനകത്ത് വീണുപോയി. അങ്ങനെ പൈസ അയച്ചു കൊടുത്ത റെസിപ്റ്റാണ്. 40,000 രൂപ അയച്ചു കൊടുത്തു. 40,000 രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഞാൻ അയച്ചു കൊടുത്തു. ഏതോ ഡിവോഴ്സ്ഡ് ആളാണ്, മക്കളുള്ളത് ഭാര്യയുടെ കയ്യിലാണ്. താങ്കൾ മക്കളെ കാണിക്കാമെന്ന് പറഞ്ഞ് 40,000 രൂപ മേടിച്ചു. പിന്നാലെ അയാൾ നടന്നപ്പോഴേ താങ്കൾ തെറി വിളിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അങ്ങനെയുണ്ടോ? ഇദ്ദേഹത്തിന്റെ വീട് ഭാര്യയുടെ കൊല്ലം കഴിഞ്ഞ് പോകണം. ആ റൂട്ടാ. അവിടെ ഞങ്ങള് കാറെടുത്ത് ഞങ്ങൾ കുറച്ചുപേര് ചേർന്ന് 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ പോയി, ഭാര്യയുടെ വീട്ടിൽ പോയി, കുട്ടികളെ കാണിക്കാൻ വേണ്ടി പോയി. വീഡിയോ കോളിൽ പോലും ഇയാളെ കാണിക്കുന്നില്ലായിരുന്നു. ഈ പറയുന്ന ആള് നല്ല മദ്യപിച്ച് ആ പെൺകുട്ടിയെ അടിക്കുകയും വിഷയം ഉണ്ടാക്കുകയും ചെയ്തു. കുട്ടികളെ ഞാൻ മദ്യപിക്കും ഒന്നുമില്ല, വല്ലപ്പോഴും. മദ്യപിച്ചിട്ടാണോ ഇപ്പൊ നമ്മയും ഭാര്യ കൊല്ലുന്ന കിട്ടുന്നത്? മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് എന്തുകൊണ്ടാണോ സാറേ ഗ്രൂപ്പിനകത്ത്? അല്ലല്ല, അത് ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ മേളത്തെ നിലയിൽ എന്റെ പഴയ ഭാര്യ ഇരിക്കുന്ന ഞാൻ കണ്ടപ്പോ മാനസികാവസ്ഥ, ആ മാനസിക കാര്യം അവർക്ക് അവിടെ ഇരിക്കേണ്ട കാര്യം എന്താ? കല്യാണം കഴിഞ്ഞ് പോയവൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അപ്പൊ കയ്യിൽ കൊടുവാളുടെ കൊല്ലുമായിരുന്നോ? പിന്നീടുള്ള മാനസികാവസ്ഥ നമ്മൾ പറഞ്ഞു. അന്ന് ആദ്യമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. താങ്കൾ ഒരു മെസ്സേജ് അല്ല, താങ്കൾ ആദ്യം താങ്കളുടെ വികാരത്തിൽ മെസ്സേജ് ഇടുന്നു. താങ്കളുടെ ആ ക്രൂരകൃത്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെടുന്നു. പിന്നീട് താങ്കൾ അതെ എന്റെ വസ്തു പണയപ്പെടുത്തിയിട്ട് നിങ്ങൾ ഞാൻ ലോണിന് വേണ്ടി കൊല്ലാൻ വേണ്ടി അല്ല, കൊല്ലാണെന്നല്ല, 20 ലക്ഷം എന്തിനാ ആവശ്യം വരും. ചിലപ്പോ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കണ്ടേ? ആ മാനസികാവസ്ഥയിൽ നമ്മൾ ചെയ്തു പോയാൽ ചോദ്യം ഒന്നാണ് ചെയ്തു പോയാൽ നിൽക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ താങ്കൾ 20 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് അഥവാ മുൻ ഭാര്യയും എന്റെ സ്വന്തം അമ്മയും കൊന്നു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ വേണ്ടി AKM പൈസ ചോദിക്കാം. സുഹൃത്തുക്കളല്ലേ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കുറച്ച് പേര് ഞങ്ങളൊരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആവശ്യം വന്നാൽ സഹകരിക്കും. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. താങ്കളുടെ മുൻ ഭാര്യ അമ്മയെ കൊല്ലാനുള്ള പണം കിട്ടുമല്ലോ അതിനകത്ത്. അത് ചിലപ്പോൾ തന്നിരിക്കും. ഗ്രൂപ്പ് മൊത്തം പ്രശ്നക്കാരാണോ എന്നല്ല ഞാൻ പറഞ്ഞ. ആ ഗ്രൂപ്പ് അവിടെ തന്നില്ലല്ലോ. അവരെല്ലാം എന്നെ തണുപ്പിക്കാനല്ലേ നോക്കിയുള്ളൂ. ആർക്കറിയാമത്? അത് ചെക്ക് ചെയ്യാലോ. താങ്കൾ ഇത്തരത്തിൽ ആ ഗ്രൂപ്പിൽ താങ്കളുടെ വ്യക്തിപരമായ വല്ലാത്ത ആവശ്യം വേണ്ടി പണം ആവശ്യപ്പെടുന്നു. വേറെ ആൾ പറയുന്നു 40,000 രൂപ കൊടുത്തു, എന്റെ മക്കളെ കാണിക്കാമെന്ന് അയാൾ മേടിച്ചു, അയാളുടെ കെണി ഞാൻ വീണുപോയി അയാൾ പറയുന്നു. എന്നാൽ മൊത്തത്തിലൊരു സാമ്പത്തിക ദുരൂഹത ഉണ്ടോ ഈ സംഘടന? അല്ല, അങ്ങനെയാണെങ്കിൽ നോക്കാമല്ലോ. ഞാൻ പറയുന്നു എന്റെ അക്കൗണ്ട് പരിശോധിക്കാം, സംഘടനയുടെ അക്കൗണ്ട് പരിശോധിക്കാം, എന്തും പരിശോധിക്കാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. താങ്കൾ ഐബലിന്റെ ഇതൊക്കെ ആയിട്ട് പൈസ ഇല്ലേ? എന്റെ അത്യാവശ്യം പൈസ ഉണ്ട്. സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. ഞാൻ എന്റെ ജീവിതം സംഘടനയ്ക്ക് വേണ്ടിട്ടാ സമർപ്പിച്ചതാ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞു വരുന്നത്. അതിനുള്ളിൽ തന്നെ അടിയും ബഹളമായി അല്ലേ? എവിടെ അടിയും ബഹളം? ഒറ്റ ഓടിയുടെ ക്യാപിറ്റലാണ്. നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. 10 കൊട്ടു കൊടുക്കാൻ പോകുന്നത് ഞാനിപ്പോ കണ്ടില്ല, പുള്ളി അതിനകത്ത് കുറെ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ, ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ കുറെ. അല്ല, ലൊക്കേഷൻ എടുത്തു തരണം. അതാണ് അജയുടെ ലൊക്കേഷൻ എടുത്തു തരണം. എങ്ങനെ അത് അറിഞ്ഞിട്ട്? ആദ്യത്തെ കൊട്ട് കൊടുക്കാൻ പോകുന്നത് റഹീമയ്ക്കാണ്. ആ സംഘടനപരമായിട്ടാണ്, ഞാനുമായിട്ട് ബന്ധമില്ല. CPM ആണ് നിലപാട്. അല്ല, മനസ്സിലായോ? ഞാൻ മനസ്സിലായി. സലീമായിട്ട് സംസാരിച്ചാണ് അല്ലേ? CPM-ന്റെ നിലപാടുകളാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ CPI ആണ് ആദ്യ രൂപം കൊണ്ട സംഘടന, അറിയോ? അറിയാം. CPM രണ്ടാമതൊന്നാണ്. പക്ഷെ ഇപ്പൊ നിലവിൽ ആരാണ് മുൻപന്തിയിൽ? CPM. ഞാനും CPM-ൽ വളർന്ന ആളാണ്. അത് വെച്ചിട്ട് ആദ്യം കൊട്ടുകൊടുക്കാൻ പോകുന്നത് റഹീമ ചെയ്യാം. രണ്ടാമത് തുടർ നടപടി. ഒരു ജില്ലയിലും വേറൊരു ഓഫീസ് തുടങ്ങില്ല, ഓപ്പൺ ചെയ്യില്ല. ചെയ്താൽ പോലും പണി കൊടുക്കും, കൂട്ടിയിരിക്കും.
അതാണ് പണി. ഓൾ കേരള മെൻസ് അസോസിയേഷൻ അല്ല വേറെ ഒരു സ്ഥാപനം തുടങ്ങില്ലായിരുന്നു. ഒരു ജില്ലയിലും കാണില്ല. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് വേണം ഇനി ബാക്കി. നമുക്ക് കളി എന്ന് ഇവർ ഒന്നുകിൽ മര്യാദയ്ക്ക് ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പാചകയ്ക്ക് വേണമെങ്കിൽ റെയിൽവേക്കോട് പറയാം, വിളിക്കാറില്ലല്ലോ, ഇതിൽ നിന്ന് മാറിയിരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ എടുക്കുക. ഇവിടെ എന്താണ് പുള്ളിക്കാരുടെ വർക്ക്, ഒരു 2 കൊട്ടിൽ അത് തീരും, എനിക്കറിയാം. ആ കൊട്ട് പയ്യന്മാർ വന്നൊക്കെ ചെയ്തു കൊടുക്കും. കൊട്ട് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം എന്താണ്? ഈ റഹീം എന്നൊക്കെ പറയുന്നത് സംഘടന വിട്ടുപോകുന്ന ആളാ. ഏതോ പയ്യന്മാർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക, ആ പയ്യന്മാർ വന്ന് തീർത്തോളും എന്നാ പറയുന്നത്. നിങ്ങളുടെ സംഘടന ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണ്, ഓൾ കേരള ഗുണ്ട അസോസിയേഷൻ ആണോ? കുമാർ അല്ല, ഇങ്ങോട്ട് ഗുണ്ടായിസം കാണിക്കാമെന്ന തിരിച്ചുണ്ടാവും. കൊട്ടേഷൻ പണി ഉണ്ടോ? കൊട്ടേഷൻ പണിയൊന്നുമില്ല. പിന്നെ ഈ പയ്യന്മാർ ഞാൻ പറയുന്നത്, എന്നെ തെറി വിളിച്ചാൽ എന്നോട് ഗുണ്ടായിസം കളിക്കാമെന്നാൽ ഞാൻ ഗുണ്ടായിസം ചെയ്തു. താങ്കളുടെ സംഘടനയിൽ നിന്ന് പുറത്തു പോയി ഈ പറയുന്ന ഏതോ റഹീമ ഏതോ ആരൊക്കെയോ അവർ ഓരോരുത്തരെ ഓരോ ജില്ലയിൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ താങ്കൾ ആളെ വിട്ട് തീർത്ത് കളയാം എന്നാണ് പറയുന്നത്. ആരും തീർത്തില്ലല്ലോ. അല്ല, കൊട്ടു കൊടുക്കുന്നത് താങ്കൾ പറയല്ലേ? ഞാൻ തീർത്തിട്ടൊന്നുമില്ലല്ലോ. താങ്കൾ പറയില്ല. അപ്പൊ അത്യാവശ്യം കൊട്ടേഷൻ ഉണ്ട്. കൊട്ടേഷൻ നമുക്ക് വേറെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊക്കെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്കെതിരെ പയ്യന്മാർ പോകുന്നവരെ പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ ഇങ്ങോട്ട് ടീമായിട്ട് വന്നാൽ നമ്മൾ ടീമായിട്ട് തന്നെ പോകണോ? അത് ഇങ്ങോട്ട് ടീമായിട്ട് വരുന്നവരല്ല പറയുന്നത്. അവര് പറഞ്ഞത് ഇല്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞ മാത്രമല്ലേ ഉള്ളൂ. താങ്കൾ പറയുന്ന കാര്യം താങ്കൾ ബോധ്യത്തിൽ പറയുന്നതാണോ അതോ വെള്ളമൊഴിച്ച് പറയുന്നതാണോ? ഞാൻ കഴിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഞാൻ നോർമലായിട്ടൊന്നും പറഞ്ഞ സാധനങ്ങളല്ല. ഇതൊന്നും കിഴണ്ടെണ്ണം കഴിച്ചിട്ടിരുന്നപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്. താങ്കൾ ഇതിൽ പറയുന്ന CPM ആണ് ഇതിന് പിന്നിൽ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒരു വാണിംഗാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. എന്താ സാധനം നടക്കുന്നത്? എന്നെ തല്ലാൻ വന്നാൽ ഞാൻ തല്ല. അതിന് മുന്നേ ഒരുപടി മുന്നേ ഞാൻ കൊടുക്കും. ചിലപ്പോ ഇങ്ങോട്ട് കൊല്ലാൻ വന്നാൽ കൊല്ലും. പിന്നെ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ ഇയാളൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഞാൻ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് ആദ്യം ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ തന്നെ പറഞ്ഞു. ആ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇഷ്യൂ ഇത്രയും അലമ്പാക്കിയത് ഇയാളും രാഹുൽ ഈശ്വൻ, ഇയാളുടെ ഒരു സെക്രട്ടറി ഉണ്ട്, പടക്കം പൊട്ടി ജയിലിൻ്റെ പുറത്ത് പടക്കം പൊട്ടിരിക്കുന്ന കുഞ്ഞുണ്ട്. ആ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഇവരെല്ലാവരും ഒരു കൂടപ്പുറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. എനിക്ക് കണ്ടപ്പോൾ അതാ തോന്നിയത്. അതാണ് അവിടുന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിനെ രാഹുൽ ഈശ്വൻ പറഞ്ഞ കേട്ടില്ല, ലെജിറ്റിമേറ്റ് ആയിട്ട് ഞങ്ങൾ ഒന്ന് പാലാഭിഷേകം നടത്താൻ ആവശ്യപ്പെട്ടതാണോ വലിയ തെറ്റ്? രാഹുൽ ഈശ്വൻ ഈ കൂടെ കൊണ്ടു നടക്കുന്നവർക്ക് ആരാന്ന് വല്ലതും അറിയാമോ? ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ ആരാന്നുള്ളതും അയാളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക. അറിയാൻ മേലെ ആരോടൊക്കെ ചോദിക്കുക. വല്ലോടത്തൊക്കെ കൊണ്ട് തല വെച്ച്. ഒന്നാമത് ഈ രാഹുൽ ഈശ്വൻ എന്ന് പറഞ്ഞത് എവിടെയൊക്കെ വേട്ടക്കാരനുണ്ടോ വേട്ടക്കാർക്ക് വേണ്ടി ഒത്താശ പറയാൻ വന്നിരിക്കുന്ന മനുഷ്യനാണ്. അയാളെന്താ പറയുന്ന പോലെ അയാൾക്ക് അറിയത്തില്ല. ഒരു കാര്യത്തെക്കുറിച്ച് അയാൾ പഠിക്കുന്നില്ല. പഠിക്കാതെ ഇയാൾക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി PR എടുത്തുകൊണ്ട് വരുന്നത് ആവും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വേട്ടക്കാർക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു വ്യക്തിത്വം. ആദ്യമായിട്ടാണ് ഗ്രീഷ്മയുടെ കേസിൽ എന്തിനാ വന്ന് ചാടിയത്? ഞങ്ങൾ ഗ്രീഷ്മയുടെ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിന് ഇയാളെ അഭിഭാഷകനാണെന്നും എപ്പോഴും പറഞ്ഞേക്കാം. എന്നിട്ട് ഈ ബാർ ബെഞ്ച് റിലേഷൻ അയാൾക്ക് അറിയത്തില്ല. ഒരു ജഡ്ജിനെ പാലഭിഷേകം ചെയ്യാൻ ഏത് ലോ കോളേജിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്? അല്ല, ഏത് കോടതിയിൽ ആണ് ബാർ കൗൺസിൽ പറയുന്നത് ജഡ്ജിന് പാലഭിഷേകം ചെയ്യണമെന്ന്? കുറച്ചൊക്കെ കോമൺ സെൻസ് വേണ്ടേ? അല്ലെന്നുണ്ടെങ്കിൽ മറ്റഭിഭാഷകരോട് പോയി ചോദിക്കും. ഇങ്ങനെ പാലഭിഷേകം നിങ്ങളൊക്കെ കോടതി ജഡ്ജ് വിധി പറയാൻ പാലഭിഷേകമാണോ ചെയ്യുന്നത് പോയി ചോദിക്കുക, അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പം എന്തേ വട്ടിയൂർക്കാവ് അജിത് കുമാർ ആ ഡീറ്റെയിൽസ് നമ്മൾ കേട്ടുമ്പോൾ നമ്മൾ തന്നെ ധരിച്ചു പോവാണ്. ഇത് ചെന്താമരയാണല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ. സ്വന്തം അമ്മയെ കൊല്ലണം, ഭാര്യയെ കൊല്ലണം, ഇതൊക്കെ തന്നെ ചെന്താമരയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഒരു ക്രിമിനൽ മൈൻഡുമായിട്ടുള്ള വ്യക്തിയാണോ മെൻസ് അസോസിയേഷൻ്റെ ഹെഡായിട്ട് വരുന്നത്? ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് കേരളത്തിലുള്ള ആണുങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത്. ഇയാളെപ്പോലുള്ള സെക്രട്ടറിയും പ്രസിഡന്റും രാഹുൽ ഈശ്വനെ പോലെയൊക്കെ ഉള്ളവർ ഈ സ്ഥാനത്തിരിക്കുമ്പം ആ ഒരു അസോസിയേഷൻ രക്ഷപ്പെടും. അത്യാവശ്യം വിവരവും ബോധവും കോമൺ സെൻസൊക്കെ ഉള്ള മനുഷ്യൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഏതിലും ആളുകളെ വേണം ഈ മെൻസ് അസോസിയേഷൻ്റെ ഹെഡായിട്ട് കൊണ്ടുവരാൻ വേണ്ടി. 10 പൈസയുടെ വിവരമില്ലാത്ത ഈ രാഹുൽ ഈശ്വൻ, വട്ടിയൂർക്കാവ് അജിത് കുമാർ, പിന്നെ ഒരു സെക്രട്ടറി എന്നൊരു കൂടെ ഉണ്ട്. സെക്രട്ടറി ഇപ്പം രാജിവെച്ചെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എന്ത് കഷ്ടമാണ്. ഇവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ഇവർ വന്നു കഴിഞ്ഞാൽ ആകെ ചെയ്യാൻ പോകുന്നത് പീഡനക്കേസിൽ പ്രതിയായിട്ട് വരുന്ന ഓരോ കോടീശ്വരന്മാർ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റുകളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യുക. ഇപ്പം ആളുകളെ അവരുടെ ബ്രാൻഡ് അംബാസഡറും അഡ്വക്കേറ്റും ആക്കിയിരിക്കുന്നു. ഞാൻ ഒരു പൈസയുള്ള ഒരാൾ കേസിൽ പ്രതി അയാൾക്കറിയത്തില്ലേ അഡ്വക്കേറ്റിനെ വെക്കാൻ വേണ്ടി? അതിന് ഇവരുടെ ഒത്താശ കാണും.
ഇവർക്കൊന്നും നിയമം അറിയത്തില്ലേ? ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലോയാ വേണ്ടത്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കേണ്ട ചെയ്യേണ്ടത്. അല്ലാതെ ഈ കിടന്നുകൊണ്ട് വിവരദോഷം ഇരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇയാളുടെയൊക്കെ ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ. ഈ ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ ഇത്ര കോളാക്കിയത്, പുറത്ത് കിടന്ന് കോളാക്കിയത് ഇയാൾ ഒറ്റയെടുത്തനാണ്. അതിന് ഒത്താശ വെക്കാൻ രാഹുൽ ഈശ്വർ പുതിയതായിട്ടുള്ള ഇഷ്യൂ ഇങ്ങനെ കണ്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾക്ക് വേണ്ടി ഏതാണായി ഇവരോട് പറയുന്നത്? നമുക്കറിയാം PR വർക്കിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. മറുനാടൻ പറഞ്ഞ വീഴുന്നു കേട്ടോ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുടെ പ്രസിഡന്റും സ്ഥാപകനുമാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. അയാളുടെ ഭാര്യയുമായും അമ്മയുമായും ഒക്കെയുള്ള അയാളുടെ പ്രശ്നങ്ങൾ, അതേ തുടർന്ന് പുരുഷന്മാർക്ക് വേണ്ടി അയാൾ സംഘടന ഉണ്ടാക്കുന്നു. ഈ അജിത് കുമാർ കഴിഞ്ഞ ദിവസം തന്റെ ആരാധക ഗ്രൂപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു. അയാളുടെ ഭീഷണിയോടായി. അപ്പൊ അനേകം പേർ ഇയാളോടൊപ്പം ചേർന്നാൽ അവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെടും, അവരെ വഞ്ചിച്ച സ്ത്രീകൾക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുമെന്ന് കരുതി അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിദേശത്ത് ഒരുപാട് പേരുണ്ട് ഭാര്യമാരുമായി വഴക്കമുള്ളവർ. അവരുടെ വരുമാനത്തിന് 50,000 1 ലക്ഷം കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പണം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. ഇതിനയാൾ സാമ്പത്തിക തിരിമറി നടത്തുന്നു എന്നൊക്കെയാണ് ആരോപണമുള്ളത്. ഗൗരവമായി അന്വേഷിക്കണം. ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ നമ്മളോട് പറഞ്ഞാൽ ജീമോൻ കല്ലുപരിക്കൽ എന്നയാളാണ്. ജീമോൻ കല്ലുപരിക്കൽ നമ്മൾ ആരും മറക്കില്ല. കാരണം ഈ ബോച്ച ജയിലിൽ നിന്ന് വരുന്ന ദിവസം രാവിലെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി വട്ടിയൂർക്കാവ് അജിത് കുമാറും സംഘവും നിന്നപ്പം അവിടെ ഏറ്റവും ശ്രദ്ധ നേടിയത് ജീമോൻ കല്ലുപരിക്കൽ. അദ്ദേഹത്തിന് നീണ്ട മുടിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കയ്യിൽ പടക്കവുമായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പിന്നീട് ഒരുപാട് ട്രോൾ അയാളുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ ഗമ്മൊക്കെ അത് വെച്ച് ചെയ്തു. ഇയാളാണ് ജീമോൻ കല്ലുപരിക്കൽ. ഇയാൾ സ്ത്രീകളാൽ വഞ്ചിക്കപ്പെട്ട ഒരാളും അതുകൊണ്ട് തന്നെ നീതി തേടി നടക്കുന്ന ഒരാളുമാണ്. അയാൾക്കെതിരെ വ്യാജ പോക്സോ കേസ് ചുമത്തുകയും ആഴ്ചകളോളം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അയാൾ പറയുന്നത് അയാൾക്കെതിരെയുള്ള കേസ് റദ്ദാക്കി, അയാൾ നിരപരാധിയാണ് എന്ന് കണ്ടു വിട്ടയച്ചു എന്നാണ്. ജാമ്യമാണോ അതോ കേസ് റദ്ദാക്കിയതാണോ എന്ന് വ്യക്തമല്ല. അയാൾ പറയുന്നത് കേസ് റദ്ദാക്കിയെന്നാണ്. ആ വിഷയം കൊണ്ട് അയാൾക്ക് സ്ത്രീ വിരോധമുണ്ട്. അതിന് നീതി കിട്ടാൻ വേണ്ടി ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ സഹായിക്കുമെന്ന് കരുതി കൂടിയാളാണ്. എന്നാൽ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു തുടങ്ങി ഏറെ വൈകാതെ അയാൾ പദവി രാജിവെച്ചു. കാരണം ഇത് സുതാര്യമല്ല, ഇതൊരു പിരിവാണ്, സാമ്പത്തിക തിരിമറിയാണ് എന്ന് അയാൾക്ക് ബോധ്യമാകുന്നു. അയാൾ രാവിലെ എനിക്കിട്ട് മെസ്സേജ് കേൾക്കുക. എനിക്കറിയാതെ ഞാനും മെമ്പർഷിപ്പ് എടുത്ത 1750 രൂപ മെമ്പർഷിപ്പ്. അങ്ങനെ ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ഈ നീതി കിട്ടാത്ത പുരുഷന്മാർക്ക് നീതി കിട്ടുമെന്ന് ഓർത്തിട്ടാണ് ഈ പുരുഷന്മാരെല്ലാം കൂടെ പോയി ഇത് ചേരുന്നത്. അപ്പൊ ഇയാള് നീതി കൊടുക്കാന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും 6 മാസം 1 വർഷം സംഘടനയിൽ പ്രവർത്തിക്ക്, എന്നിട്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കായിട്ട് ഞാൻ നീതി മേടിച്ച് തരാന്ന് പറഞ്ഞാണ് ഈ ആൾക്കാരെ മൊത്തം 1750 രൂപ മേടിച്ച് ഇത് ചേർക്കുന്നത്. അത് തന്നെ നല്ലൊരു ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അയാൾക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലായി. ഈ സംഘടന ഉള്ള മാധ്യമങ്ങളിലെല്ലാം വന്ന് അപ്പൊ ഒരുപാട് പേര് ഇതിലോട്ട് മെമ്പർഷിപ്പ് ചേർന്നുകൊണ്ടിരിക്കുക. ഇതില് ഈ കാശെല്ലാം ഇയാൾക്ക് കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ അന്ന് ഓരോ പരിപാടിക്കും 800 രൂപ വെച്ച് ആൾക്കാരെ ഇറക്കുന്നെന്ന് പറഞ്ഞ് ഈ ഒരുപാട് വിദേശികളുണ്ട് ഇതിന്റെ അകത്തെ. അവരൊക്കെ ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കും. 50,000 രൂപ 60,000 രൂപ അങ്ങനെയൊക്കെ. ഇയാളുടെ വീടിന്റെ വാടക വരെ അവരാ കൊടുക്കുന്നത്. ഞാൻ കുറച്ച് നാളായതുള്ളൂ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഇത് പുരുഷന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് ഞാനും എന്റെ ഈ കള്ളക്കേസ് ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പുറത്ത് ജനങ്ങളെ അറിയിക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ കയറിയത് ഇതിന്റെ അകത്ത്. പക്ഷെ കയറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു കുരുക്കിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇതിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അവസാനം ഞാനും ഇപ്പൊ എനിക്ക് ഒരു കേസ് പോലും ഇല്ല. ഈ കള്ളക്കേസൊക്കെ വന്ന് എല്ലാം ഞാൻ തീർത്ത് എല്ലാ സത്യം തെളിയിച്ചിട്ടിരിക്കുന്ന സമയമായിപ്പോ. അപ്പൊ ഇനി ഇതിന്റെ കൂടി ഒരു വള്ളിക്കെട്ട് പിടിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പതിയെ രാജിവെച്ചത് ഇന്ന് മാറി. പക്ഷെ ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ രാജിവെച്ചത്. കാരണം ഇത് ഇല്ലീഗലായിട്ടാണ് ഈ സംഘടന, രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നും ശരിയല്ല. ഇതിന്റെ മൊത്തം ഇല്ലീഗലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇതൊരു പണം കായ്ക്കുന്ന മരമായിട്ടാണ് വട്ടിയൂർക്കാവ് അജിത്ത്. അയാൾക്കൊരു പബ്ലിസിറ്റി, അയാള് എല്ലാവരും അറിയപ്പെടണം, അയാൾക്ക് മൊത്തം ആൾക്കാരുടെ അടുത്ത് ഒക്കെ ഒരു ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് അയാൾ പറയുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര ഫേമസ് ആകണമെന്നുള്ള രീതിയിലാണ് പുള്ളി ഈ സംഘടന വളർത്തിക്കൊണ്ട് പോകുന്നത്. അല്ല പുരുഷന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മൊത്തം വിവരക്കേടാ കാണിക്കുന്നത് മൊത്തം ഈ സംഘടന വെച്ച്. അപ്പൊ ഒരുപാട് കേസും വരാൻ ചാൻസ് ഉണ്ട് ഇയാളുടെ പേരിൽ. അപ്പൊ ഇത് ഇയാള് ഒരു പബ്ലിക് ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണിത്. ഇതും കൂടെ കണ്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇങ്ങനെ പോലെ ഇനി പോയി ഭാര്യ മക്കളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയാന്നാ എന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാനും കൂടെ പെട്ടുപോകും ഇതിന്റെ അകത്ത്. ഞാൻ അപ്പോഴേ രാജിവെച്ച്. ഇത്തരത്തിൽ
ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഏറ്റവും വിചിത്രമായ കാര്യം, നമ്മൾ ഈ പാലഭിഷേക ചടങ്ങിന്റെ ചെലവ് അയാൾ പുറത്തുവിട്ടു. പാലഭിഷേക ചടങ്ങിൽ 29 പേർ പങ്കെടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്. നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആ പുരുഷന്മാർ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് നിന്നിട്ട് സ്ത്രീ വിരുദ്ധ മുന്നേറ്റം ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ 29 പേരെയും ഇയാൾ വാടകയ്ക്ക് എടുത്തതാണെന്ന് അവകാശപ്പെടുന്നു. 800 രൂപ ഒരാൾക്ക് വെച്ച് 29 പേർക്ക് 23,200 രൂപ ഇയാൾ എഴുതിയെടുത്തിരിക്കുന്നു. 29 പേർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മറ്റാളുകൾ പറയുന്നത്. ഈ 29 പേർക്ക് ഇയാൾ 800 രൂപ കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണെന്നും ഇവർ പറയുന്നുണ്ട്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി 29 പേരുണ്ടായിരുന്നെങ്കിൽ അവരെ വാടകയ്ക്ക് 800 രൂപ കൂലി കൊടുത്തു കൊണ്ടുവന്നാണ്. നമ്മളെയൊക്കെ പറ്റിക്കുകയാണ്. പുരുഷന്മാരെത്തിയെന്ന് പറഞ്ഞ് കൂലിക്കാരായിരുന്നു അവരെന്ന് വ്യക്തമാവുന്നു. പിന്നെ അയാൾ ചെലവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ ഫോർ ജഡ്ജ് ബഷീർ സാർ പാലാഭിഷേകം ആൻഡ് സെലിബ്രേറ്റിംഗ് ഗ്രീഷ്മ വെർഡിക്റ്റ് എന്ന് പറയുന്നതിന്റെ ചെലവ് മൊത്തം അയാൾ എടുത്തിരിക്കുന്ന 27,730 രൂപയാണ്. അതിൽ 23,200 രൂപ ആൾക്ക് വാടക കൊടുത്തു. ക്രാക്കേഴ്സ് 250 രൂപ, കാർഡ്ബോർഡ് ഫോർ ബഷീർ സാർ കട്ടൗട്ട് 500 രൂപ, ലേബർ ചാർജ് ഫോർ കാർഡ്ബോർഡ് കട്ടിംഗ് 500 രൂപ, ഫ്ലെക്സ് ആൻഡ് ബാനർ 950 രൂപ, പെട്രോൾ ചാർജ് 250 രൂപ, ഫുഡ് 780 രൂപ, ഡബിൾ ടേപ്പ് 40 രൂപ, പ്ലക്കാർഡ് മാറ്റർ പെൻ 200 രൂപ, മിൽക്ക് 210 രൂപ, ഫ്ലവർ ഗാർലൻസ് 250 രൂപ, ട്രാവലിംഗ് അലവൻസ് ഫോർ രാഹുൽ 600 രൂപ. അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മഹാനായ രാഹുൽ ഈശ്വർ എത്തിയത് 600 രൂപ മേടിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മുമ്പിൽ രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിക്കുന്നു, വലിയ സംഭവമാണ്, ഞാനിതാ പുരുഷന്മാരുടെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വർ 600 രൂപ പ്രതിഫലം വാങ്ങിയിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആലോചിച്ച് നോക്കിയേ. ഇയാൾക്കെതിരെ ഗൗരവമായ അന്വേഷണം ആവശ്യമാണ്. ഇത്തരം വിചിത്ര ജീവികൾ നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കും. ഞാൻ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെതിരല്ല, എന്നാലും നിയമവിരുദ്ധം ഇയാൾ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. ഈ വട്ടിയൂർക്കാവ് അജിത്ത്, ഞാൻ നേരത്തെ എൻ്റെ പഴയ വീഡിയോസ് പറഞ്ഞു, ഇയാളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, അത് പരിശോധിക്കേണ്ടേ. ഇപ്പോൾ ഇയാളെക്കുറിച്ച് പറഞ്ഞു കേട്ടല്ലോ, ജനകീയ കോടതിക്കകത്തും അയാളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, മർദ്ദമുണ്ട്. അപ്പം നമുക്ക് ഏകദേശം വട്ടിയൂർക്കാവ് അജിത്ത് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓർക്ക് കേരളത്തിലെ എല്ലാ പുരുഷന്മാരുടെയും തലവനാണ്. രാഹുൽ ഈശ്വറിനൊക്കെ പറ്റിയ കമ്പനിയാണ് കേട്ടോ. ഇപ്പോൾ സെക്രട്ടറി പോയ സ്ഥിതിക്ക് രാഹുൽ ഈശ്വറിന് സെക്രട്ടറി ആവുമല്ലോ, പടക്കം പൊട്ടിക്കാം, പാലഭിഷേകം ചെയ്യാം ലെജിറ്റിമേറ്റ് ആയിട്ട്. 600 രൂപയോ? അത്രയ്ക്കും ദാരിദ്ര്യമാണോ? രാഹുൽ ഈശ്വറിനെ പോയവർക്ക് 600 രൂപ. രാഹുൽ ഈശ്വറിനൊക്കെ സൗഹൃദങ്ങൾ സെലക്ട് ചെയ്യുമ്പം ആളെ കുറച്ചുകൂടെ ചൂസ് ചെയ്യാൻ പഠിക്കണം. വഴിയെ പോകുന്ന അണ്ടന കടകോടിന് വേണ്ടി എല്ലാം ചാടുമ്പം പണി കിട്ടാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴും ആലോചിക്കുക. പബ്ലിസിറ്റിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും PR വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെല്ലുമ്പം അത് നമ്മൾ നിൽക്കുന്ന നിലം കറക്റ്റാണെന്ന് പരിശോധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പണി എവിടെ നിന്നാണ് വരുമെന്ന് പറയാൻ പറ്റില്ല. വേണ്ടാത്ത തലയിലൊക്കെ വെച്ച് വേണ്ടാത്ത കേസൊക്കെ തലവിട്ടാവും, ഊരാൻ പറ്റാത്ത അവസ്ഥയോട്ടാവും. ഈ വട്ടിയൂർക്കാവ് അജിത്തിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുക. ആ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു കേട്ടില്ലേ, ഉള്ള ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടാവുന്നു. എനിക്ക് പേടിയായിപ്പോയിരുന്നു. സത്യമല്ലേ? ഇത് കറക്റ്റ് ചെന്താമര. ഇതൊക്കെ പോലീസൊക്കെ, കേരള പോലീസൊക്കെ ഇത് പരിശോധിക്കണ്ടേ. ഇയാൾ ആരാണ്, എന്താണ്, ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾക്ക് വേറെ മണി സോഴ്സ് ഉണ്ടോ? ഇനി അമ്മയും ഭാര്യയും കൊല്ലുമെന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇയാളൊരു ക്രിമിനലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കെട്ടിൻ്റെ അകത്ത് ഇങ്ങനൊരു ക്രിമിനൽ മൈൻഡായിട്ടുള്ള ഒരാളെ മെൻസ് അസോസിയേഷൻ്റെ ഹെഡായിട്ട് പോയിട്ട് ഈ കരയെപ്പോലും നിർത്താൻ കൊള്ളില്ല. അതാണ് ഇയാളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ഇയാളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? എന്ത് റൂഡ് മാൻ, ഇങ്ങനെയൊക്കെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഒരു മീഡിയയിൽ വന്നിരിക്കുക, ടോപ്പിക്ക് അന്തിച്ചർച്ചകൾ വരും, ഇയാൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? കേരള ബോബി ചെമ്മണ്ണൂർ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പോലെ ഓൾ കേരള വട്ടിയൂർക്കാവ് അജിത്ത് ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ, ഈ വെൽഫെയർ അസോസിയേഷൻ്റെ അണ്ടറിൽ നിൽക്കുന്ന സഹോദരന്മാർ മനസ്സിലാക്കുക ഇയാൾ ആരാണെന്ന്. എന്നെ തെറി പറയാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇയാൾ ആരെന്ന് പരിശോധിക്കുക. ജനകീയ കോടതി മുഖ്യധാരാ മാധ്യമത്തിലാണ് വന്നിരിക്കുന്നത് അയാളെക്കുറിച്ച് വന്നിരിക്കുന്ന വാർത്ത. അയാളെ നേരിട്ട് ചുറ്റി ചോദിക്കുമ്പോൾ അയാൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണോ ഒരാൾ ബിഹേവ് ചെയ്യുന്നത്? അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അതും പോട്ടെ, ഒരു സാധാരണക്കാരനായ മനുഷ്യനായിട്ട് ബിഹേവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? ഇത്രയും ക്രൂവൽ മൈൻഡായിട്ടുള്ള ഒരാളൊക്കെ ഒരു പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ, അതും പുരുഷന്മാരുടെ. ഇയാളെപ്പോലൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഓരോ പുരുഷന്മാർക്കും നാണംകേടാണെന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളൊക്കെ എടുത്ത് മാറണം. മെൻസ് അസോസിയേഷൻ മാറണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നല്ലതാണ്. ഒരുപാട് ആൾക്കാരും കെണിയിൽ പെടുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ പോലുള്ള വിവരമില്ലാത്തവന്മാർ ക്രിമിനൽസിനെ അല്ല ഇവിടെ കൊണ്ടിരുന്നുണ്ട്. നമ്മളല്ല, ബുദ്ധിയും ബോധവും വിവേചനത്തോട് ചിന്തിക്കാനും ഒക്കെ കഴിവുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ അവിടെ വരണ്ട. ഇവിടെ നമുക്ക് വേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്,
ജെൻഡർ ന്യൂട്രലായിട്ടൊരു ലോയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് ലീഗലിയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ മെൻസ് അസോസിയേഷൻ മറ്റൊന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരം കെട്ടവന്മാർ 3 idiots എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ഭാഷ പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് ആയിട്ട് പടക്കം പൊട്ടിക്കാനും പല വിഷയം ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മളെ നാറ്റിക്കുകയുള്ളൂ സമൂഹത്തിൽ. പെടാതിരിക്കാൻ നോക്കുക, പെട്ടാൽ നിയമപരമായിട്ട് നീങ്ങുക, അഡ്വക്കേറ്റിനെ കാണുക, ലീഗലി മൂവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.